ഭൂമി ലോകത്ത് നാം കാണുന്ന ഏത് സൃഷ്ടിജാലങ്ങളെ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിലും അതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്തിനെ, അവന്റെ കഴിവിനെ സംബന്ധിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. തീർത്തും വ്യത്യസ്തമായ ശാരീരിക ഘടനയാണ് ഓരോ ജീവജാലങ്ങൾക്കും റബ്ബ് നൽകിയിട്ടുള്ളത്. ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്ത് നൂറിൽ റഹ്മാനായ റബ്ബ് ചില ശാരീരിക ഘടനകൾ നൽകപ്പെട്ട അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജീവികളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ് എന്ന്. വെള്ളത്തിന്റെ സാന്നിധ്യമില്ലാത്തൊരു ജീവജാലങ്ങളും ലോകത്തെവിടെയുമില്ല. എന്നിട്ട് റബ്ബ് പറയാണ്, ഫമിൻഹും മയ്യംശി അലാ ബത്നിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഈ ഉദരത്തിൽ ഇഴഞ്ഞു നടക്കുന്ന ജീവികളുണ്ട്. വമിൻഹും മയ്യംശി അലാ റിജ്ലൈൻ, ഇരുകാലുകളിലായി സഞ്ചരിക്കുന്ന ജീവികളുണ്ട്. വമിൻഹും മയ്യംശി അലാ അർബഹ്, നാല് കാൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സൃഷ്ടികളുണ്ട് എന്നതാണ്. ഇവിടെ റഹ്മാനായ റബ്ബ് മനുഷ്യരെ കുറിച്ചാണ് രണ്ടു കാലിൽ നടക്കുന്ന അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട ജീവികളുണ്ട് എന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇതിനെ എല്ലാ ജീവജാലങ്ങളുടെ ഘടനയെടുത്ത് പരിശോധിക്കുകയാണ് എങ്കിലും എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് റഹ്മാനായ റബ്ബാണെങ്കിലും മനുഷ്യനിക്ക് നൽകിയ ശരീരഘടനയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, കോടി വരുന്ന ജീവജാലങ്ങളിൽ റഹ്മാനായ റബ്ബ് നൽകിയ സുന്ദരമായ ഘടന സമ്മാനിച്ചത് അത് മനുഷ്യൻക്കാണ് എന്നാണ്. ആ മനുഷ്യന്റെ ശാരീരിക ഘടന എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ ഒരു സൗകര്യവും വലിയ ഒരു അനുഗ്രഹവുമായി കൊണ്ട് റഹ്മാനായ റബ്ബ് എടുത്ത് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന അവയവമാണ് നമ്മുടെ കാലുകൾ എന്ന് പറയുന്നത്. കാല് വലിയ അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ അതൊരു അനുഗ്രഹമാണ് എന്ന് ശരിക്കും നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചാലാണ് നമുക്കത് ബോധ്യമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് എത്ര കാലം നൽകിയത്? 2 കാലാണ്. അത് 3 ആയാലും അത് 1 ആയാലും ഇപ്പോഴുള്ള ഒരു അവസ്ഥ നമുക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ കാല് നൽകിയാൽ മാത്രം മതിയോ? 2 കാലും ഒരേ ഹൈറ്റിലാണ് പടച്ച റബ്ബ് നൽകിയത്, ഒരേ സൈസിലാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് റഹ്മാനായ റബ്ബ് 1 ഇഞ്ച് അങ്ങോട്ട് കുറച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് വേറൊരു പ്രയാസത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതാണ്. പിന്നെ കാല് നൽകുക മാത്രമല്ല റബ്ബ് സംവിധാനിച്ചത്, ശരീരം എത്രയാണോ കിലോ ഉള്ളത് അതിനെ മുഴുവനും താങ്ങാൻ പ്രാപ്തിയുള്ള കാലിനെയാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയത് എന്നതാണ്. അപ്പൊ ഇത് ശരിക്കും റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നില്ലേ സുഹൃത്തെ? ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നില്ല. അതെങ്ങനെയാണ്? അത് കാലുള്ളത് കൊണ്ടാണ്. കാലുള്ളത് കൊണ്ടാണ് ഉള്ളിടത്ത് നിന്ന് നടക്കാൻ നമുക്ക് കഴിയണത്. ഇത് എപ്പോഴാ നമുക്ക് ബോധ്യപ്പെടാന്നറിയോ? ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു റബ്ബേ എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ ഈ ഒരു ഖുത്ബന്റെ ആവശ്യമൊന്നുമില്ല. ചിലപ്പോ ഭാഗികമായോ എന്നേക്കുമോ അതൊന്നും നഷ്ടപ്പെട്ടാൽ മതി. റഹ്മാനായ റബ്ബ് അത്തരം വലിയ അപകടങ്ങളിൽ നിന്നും മുസീബത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ, കാലുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുന്നില്ലേ? വൈകല്യം ബാധിച്ചവർ അല്ലെ, നല്ല ആരോഗ്യമുണ്ടായിരുന്നു, പൊടുന്നൊരു ആക്സിഡന്റിലൊക്കെ പറ്റി കാല് മുറിച്ചു മാറ്റേണ്ടി വന്ന ആളുകൾ, നഊദു ബില്ലാഹ്, എത്ര വലിയ പ്രയാസങ്ങളാണ്. ലിഗ്മെന്റ് ഇഞ്ചുറികൾ വന്ന് ഓപ്പറേഷനുകൾക്ക് വിധേയമായി ഓരോ 5 മിനിറ്റുകൾക്കിടയിലും കാല് വെച്ചിടത്തുനിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടില്ല എങ്കിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന, വേദനകൾ കടിച്ചമർത്തി കടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ രോഗികൾ നമ്മൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ? അവരെ കാണുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ അറിയുമ്പോഴുമാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഈ ആരോഗ്യം തുളുമ്പി നിൽക്കുന്ന കാലുകളുടെ മഹത്വം നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് വില ആരാടേണ്ടത്? അല്ലയല്ലേ. നമ്മുടെ ശരീരത്തിന്റെ ഒക്കെ ഒരു വില ശരിക്കും നമുക്ക് മനസ്സിലാകണമെങ്കിൽ എവിടെ നമ്മൾ പഠിക്കണം എന്നറിയോ? ഫിഖ്ഹിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷാ നടപടികളെ കുറിച്ച് പറയുന്നു. ശിക്ഷാ നടപടികളെ കുറിച്ച്, എന്റെ കൈകളെ കൊണ്ട് ഒരാളുടെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ കൊടുക്കേണ്ട വില എത്രയെന്നറിയും? ഒരു വിരലിനെ 10 ഒട്ടകമാണ് ബ്ലഡ് മണി. ഒരു വിരലിനെ ഞാൻ കാരണം ഒരു സുഹൃത്തിന്റെ വിരൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
10 ഒട്ടകത്തിന്റെ സമാനമായ തുക ഞാൻ കൊടുക്കേണ്ടി വരുമെന്നാണ്. റഹ്മാനായ റബ്ബ് അത്രയും വലിയ വിലയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വലിയൊരു അനുഗ്രഹമാണ് എന്നതിൽ ആർക്കും ഒരു തടസ്സമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്തെങ്കിലും ഒക്കെ ഒന്ന് കാലൊന്ന് ഉളുക്കിയേക്കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഒടിഞ്ഞു കാരണം കൊണ്ടോ ഒന്നൊന്ന് മൂലയിൽ ഇരുന്നവർക്കറിയാം അതിന്റെ മഹത്വം എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഏത് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ഇതിനും നമുക്ക് നന്ദി കാണിക്കാൻ കഴിയേണ്ടതുണ്ട്. ഭൗതികമായി കൊണ്ട് അത് എല്ലാ നിലക്കും ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് നമ്മൾ. അതിനാരും നമുക്ക് പ്രത്യേകിച്ച് വഴല് പറഞ്ഞു തരികയോ ഒരു ഖുതുബയിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ കാലുകളെ കൊണ്ട് ഭൗതിക ലോകത്തിന്റെ നന്മക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യണമെന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത്. പക്ഷെ സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാകുന്ന കാലുകൊണ്ട് ഭൗതിക ലോക ജീവിതത്തിലെ ഇത്തിരി പോന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അല്ല. ഒരു വിശ്വാസിക്ക് കാലെന്ന അനുഗ്രഹത്തിലൂടെ നേടാൻ കഴിയുന്നത് ഉന്നതമായ പ്രതിഫലമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശരിക്ക് പഠിച്ചും മനസ്സിലാക്കിയും മളന്നും മുറിച്ചും ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ നന്മകൾക്കുള്ള, ഈ വലിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി നമ്മൾ കാണിച്ചു എന്ന് ബോധ്യപ്പെടുക. സുഹൃത്തുക്കളെ, എന്താണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? പള്ളിയിലേക്കുള്ള നടത്തമാണ്. കാലുകളെ കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് വിനിയോഗിക്കുമ്പോഴാണ് അത് മുഖേന നന്ദിയുള്ള അടിമയായിക്കൊണ്ട് മാറുക. അള്ളാഹ്ക്ക് വെറുപ്പുള്ളിടത്തേക്കാണ് നമ്മൾ അത് മുഖേന പോകുന്നതെങ്കിൽ ആ വലിയ അനുഗ്രഹങ്ങൾ ഏതു സമയത്തും നമ്മിൽ നിന്നും ഒരു ശിക്ഷയായി ഊരിയെടുക്കപ്പെട്ടേക്കാം. അള്ളാഹു കാക്കുമാറാകട്ടെ. എങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കാലുകളെ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്? ഒന്ന്, അതൊരു നന്ദി എന്നുള്ള നിലക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് സുഹൃത്തുക്കളെ പള്ളിയിലേക്കുള്ള നടത്തം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ മിൻ റജുലിൻ യതതഹറു ഫയുഹ്സിനു തുഹൂറ. ഏതൊരു മനുഷ്യനും അവൻ വീട്ടിൽ വെച്ച് നന്നായി wudu സുമ്മ യഅ്മിദു ഇലാ മസ്ജിദിൻ മിൻ ഹാദിഹിൽ മസാജിദ്, ഏതെങ്കിലും പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. എന്തിനാ പോകുന്നത്? സ്വാഭാവികമായി കൊണ്ട് അവിടെ നടക്കുന്ന നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ കിട്ടുക? ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ ഹസന. അവൻ വെക്കുന്ന ഓരോ കാലുകൾക്കും അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അവൻ നടന്നത്, അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് ഉള്ളിടത്ത് നിന്ന് അനക്കിയത്, അവൻ ഓരോ ഫുഡ് സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും അതുകൊണ്ടൊരു നന്മ റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തുമെന്നാണ്. നന്മ മാത്രമല്ല സുഹൃത്തുക്കളെ, വയർഫഉഹു ബിഹാ ദറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന അവനിക്കൊരു പദവി ലഭിക്കുമെന്ന. വുളു എടുത്ത് ഈ നടത്തം തുടങ്ങുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്കുണ്ടായിരുന്ന ഒരു പദവി ഉണ്ടായിരുന്നു. അതല്ല ആ വുളു എടുത്തിട്ട് നടത്തം തുടങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്, പള്ളിയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പണ്ഡിതന്മാര് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരുന്ന നടത്തം മാത്രമല്ല പോകുന്നതിനും കൂലിയുണ്ട് എന്നാണ്. പോകുന്നതിന് പോലും കൂലിയുണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് പറയാ, ഒരു കാല് വെക്കുമ്പോൾ അവനിക്കൊരു നന്മ രേഖപ്പെടുത്തുന്നു, അള്ളാന്റെ അടുക്കൽ അവനിക്കൊരു പദവി ഉയരുന്നു. മാത്രമല്ല വയഹത്തു അൻഹു ബിഹാ സയ്യിഅ, ഒരു തിന്മ റഹ്മാനായ റബ്ബ് അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുന്നു എന്നതാണ്. ശരിക്കും നമ്മൾ എണ്ണണം, ശരിക്കും നമ്മൾ എണ്ണണം. വീട്ടിൽ നിന്നും നാം നടക്കുന്നൊരു ദൂരം, വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ശരിക്കും എണ്ണി നോക്കിയാലാണ് ഇതിന്റെ ഒക്കെ ഒരു മഹത്വം നമുക്ക് ബോധ്യപ്പെടുക. ഇതിലൊക്കെ ചില അശ്രദ്ധകൾ വന്നാൽ സുഹൃത്തെ വലിയ നഷ്ടമായിരിക്കും. ആയുസിന്റെ കണക്ക് പുസ്തകം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു അലക്ഷ്യത്തോടുകൂടെ കൂലിയൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനം വഴി നമ്മൾ നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും വലിയ കാര്യം ഉണ്ടാവൂല എന്നതാണ്. അതുകൊണ്ട് ബോധ്യപ്പെട്ട് ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ, ഓരോ കാലുവെപ്പും വലിയ സ്വതക്കയാണെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ഖത്ബത്തിൻ യഖ്തുഹാ ഇലാ സ്വലാത്ത് സ്വതക്ക. നമസ്കാരത്തിലേക്ക് അവൻ വെക്കുന്ന ഓരോ കാലുവെപ്പുകളും അവൻക്ക് ദാനധർമ്മം ചെയ്ത കൂലിയാണെന്ന്. പിന്നെ പറഞ്ഞത് എന്താ? പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസല്ലാഹാ മഅൽ ഇമാം, അവൻ ഇമാമിന്റെ കൂടെ നമസ്കരിക്കുക കൂടെ ചെയ്താലോ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമെന്ന. ഇതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 5 തവണ നിർബന്ധമായും നമ്മൾ വീട്ടിൽ നിന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഹയ്യ അലസ്സലാ എന്നൊരു വിളി
കേട്ടിട്ടുണ്ടെങ്കിൽ ബൈക്ക് നമ്മൾ പാർക്ക് ചെയ്തു, വാഹനം നമ്മൾ പാർക്ക് ചെയ്തു, എല്ലായിടത്തും നമ്മൾ വീട് വിട്ട് ഇറങ്ങി ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ നടക്കും അല്ലേ? വീട്ടിൽ നിന്ന് വാഹനത്തിലേക്ക് വരെയുള്ള ഒരു നടത്തെങ്കിലും നമുക്കുണ്ട്. വാഹനം പാർക്ക് ചെയ്ത് പള്ളിയിലേക്ക് നടത്തുന്ന ഒരു ചെറിയ ഗ്യാപ്പിൽ നടത്തുന്നുണ്ട്. നടക്കുന്ന ഓരോ സ്റ്റെപ്പുകളും കാലുകൊണ്ടോ കാല് നൽകിയ റഹ്മാനായ റബ്ബിനുള്ള ശുക്രെന്ന് മാത്രമല്ല, പരലോകത്തേക്കുള്ള വലിയ പ്രതിഫലം നാം പോലും അറിയാതെ നന്മയുടെ തുലാസിലേക്ക് എടുത്തു വെക്കപ്പെടുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, കാല് നൽകപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഫർ എന്താണെന്നറിയോ? വെള്ളിയാഴ്ച മാത്രം നൽകപ്പെടുന്ന ഒരു വലിയ ഒരു മെഗാ സെയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു വലിയ ഓഫർ അത് ലഭിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മാത്രമാണ് അത്രയും പ്രതിഫലം റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ ഗസ്സല യൗമൽ ജുമുഅ വഗ്തസല, ആരെങ്കിലും നന്നായി ഒന്ന് കുളിച്ചു, വെള്ളിയാഴ്ച ദിവസം ഒരു സുന്നത്താക്കപ്പെട്ട കുളി ഏറ്റവും മനോഹരമായി കൊണ്ട് ജനാപത്തുകാരൻ കുളിക്കുന്നത് പോലെ തന്നെ കുളിച്ചു, എന്നിട്ട് അവൻ വീട്ടിൽ വെച്ച് ഒളുവെടുത്തു, അവൻ നേരത്തെ എത്തി. ഏതാ നേരത്തെ? ഖുതുബ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഇമാം മിമ്പറിൽ കയറുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവിടെ എത്തി എന്ന് കരുതുക. അവൻ വാഹനത്തിലല്ല വന്നത്, നടന്നിട്ടാണ്. ഇനി വാഹനത്തിലാണെങ്കിൽ പോലും നടന്ന ഒരു ഭാഗം ഉണ്ടാകുമല്ലോ, വീട്ടിൽ നിന്നും വാഹനത്തിലേക്ക് വാഹനം നിർത്തിയിട്ടും പള്ളിയിലേക്ക് വരുന്ന ചെറിയൊരു ഗ്യാപ്പുകൾ ഉണ്ടാകും. നടന്നത് വലം യർക്കം വദനാമിനൽ ഇമാം, അവൻ ഇമാമിലേക്ക് പരമാവധി അടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊഫ് കിട്ടാൻ അവൻ പരമാവധി അടുത്തടുത്തടുത്ത് ഉള്ള സ്റ്റെപ്പിൽ അവൻ ഇരുന്നു. എന്നിട്ട് ഖുതുബ അവൻ ശ്രദ്ധിച്ചു കേട്ടു. വലം യൽ, അവന്റെ ചിന്തയെ മാറ്റുന്ന ഒന്നിലും അവൻ ഏർപ്പെട്ടിട്ടില്ല എങ്കിലോ, വീട്ടിൽ നിന്നും നന്നായി കുളിച്ച് വളുവെടുത്ത് നേരത്തെ വന്ന് പരമാവധി ഒന്നാമത്തെ സൊഫുകളിലേക്ക് അവൻ കയറിയിരുന്ന് ഖുതുബ ശരിക്ക് ശ്രദ്ധിച്ച് മറ്റൊരു ഖുതുബയുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒന്നിലേക്കും അവൻ ശ്രദ്ധ പതിപ്പിക്കാതെ ശ്രദ്ധ കേട്ടിട്ടുണ്ടെങ്കിൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനതി അജ്രി സിയാമിഹ വ ഖിയാമിഹ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ മനുഷ്യനിക്ക് ഒരു വർഷത്തെ മുഴുവൻ നന്മകളും ഒരൊറ്റ കാല് വെച്ചതിന് പടച്ചറപ്പ് കൊടുക്കുന്ന, ഒരു വർഷത്തെ നോമ്പിന്റെയും ഒരു വർഷത്തെ നമസ്കാരത്തിന്റെയും കൂലി ഓരോ കാലുകൾക്കും കൊടുക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിക്കും നിങ്ങൾ. ഒന്നും വേണ്ട, നമ്മളിപ്പോ ആ പാർക്കിംഗ് ഏരിയ നിങ്ങൾ നടത്തുമെന്ന് ആലോചിക്കും. ഒരു 50 സ്റ്റെപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും, ഒരു 10-30 സ്റ്റെപ്പിൽ നടത്തിയിട്ടുണ്ടാവും. കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലം കിട്ടിയില്ലേ? അത് എന്തുകൊണ്ടാ കിട്ടുക? ഈ നടത്തം കൊണ്ടാ കിട്ടുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന ഓഫറുകളെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും. പിന്നെ കാലുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന മറ്റൊന്നെന്താണെന്നറിയോ? കാലുള്ളവർക്ക് കഴിയുന്ന സംഗതിയാണ് സുഹൃത്തുക്കളെ സൊഫ് ശരിയാക്കാന്നുള്ളത്. സൊഫ് ശരിയാക്കാന്നുള്ളത് അള്ളാന്റെ റസൂല് പറ, കാലുകൊണ്ടുള്ള ഇബാദത്താണത്. കാല് കൊണ്ടുള്ള ഇബാദത്താണ്. ഒന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ നിൽക്കൂലേ? എവിടെങ്കിലും നിന്നാ മതി? അല്ല, നിൽക്കേണ്ട ഭാഗത്ത് നിൽക്കേണ്ട പോലെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പോലെ നിൽക്കണം. അത് ഇന്നും പല ആളുകൾക്കും അതിൽ പിന്നെയും അശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ അബദ്ധമായിരിക്കും. വലിയ പ്രതിഫലമാണ് ആ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്നത്. അള്ളാന്റെ റസൂല് പറയാം, വമാ മിൻ ഖത്വത്തിൻ അഅ്ലമു അജ്റൻ മിൻ ഖത്വത്തിൻ മശാഹാ റജുലുൻ ഇലാ ഫുർജത്തിൻ ഫിസ്സഫി ഫസദ്ദഹാ. ഒരു മനുഷ്യൻ എടുത്തു വെക്കുന്ന കാല് ഏറ്റവും ഉന്നതമായ ഫുഡ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? അവൻ സൊഫിൽ ഇങ്ങനെ പോയി നിന്നപ്പോ ഒരു വെടവ് കണ്ടപ്പോ ആ വെടവ് അകറ്റാൻ വേണ്ടി അവൻ കാലൊന്നെടുത്തുകൊണ്ട് വെച്ചില്ലേ, ആ ഒരു ഫുഡ് സ്റ്റെപ്പിനാണ് ഏറ്റവും ഉന്നതമായ പ്രതിഫലം റഹ്മാനായ റബ്ബ് നാളെ നൽകുക എന്നതാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. സൊഫിൽ വിടവുണ്ടോ അത് അകറ്റാൻ നമ്മൾ പഠിക്കണം. ആ അകറ്റാൻ വേണ്ടി കാലൊന്ന് 2 സെന്റിമീറ്റർ എടുത്തു വെക്കുന്നതിന് പോലും കാലുകളെ കൊണ്ട് ചെയ്യുന്ന വലിയ ഇബാദത്താണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, 4ാമത്തെ കാര്യം നമസ്കാരത്തിലെ നൃത്തമാണ്. നമസ്കാരത്തിലെ നൃത്തം റുക്നാണെന്നാ പറഞ്ഞത്. നിൽക്കാൻ കഴിവുള്ള ആൾ ഇരുന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാണെന്നാണ് പറഞ്ഞത്. നിസ്കാരത്തിന്റെ പരിപൂർണമായ പ്രതിഫലം നൽകുക കാലുകളെ കൊണ്ട് നിൽക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വലാത്തുൽ ഖാഇദി നിസ്ഫ സ്വലാത്തിൽ
ഖായിമി, നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലമേ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുകയുള്ളൂ എന്നാണ്. കാലിൽ നീര് കെട്ടുമാറാണ് അള്ളാന്റെ റസൂൽ രാത്രി നമസ്കരിച്ചത്, അല്ലേ? അവൻ കാലിന് നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മളൊക്കെ ആഗ്രഹിക്കണ ഉംറയും ഹജ്ജും ഒക്കെ പോയവർക്കറിയാം സുഹൃത്തുക്കളെ, കാലിന് ശേഷിയില്ല എങ്കിൽ അതൊന്നും ശരിക്കും മനസ്സമാധാനത്തോടുകൂടെയോ കൺകുളിർമയോടുകൂടെയോ ചെയ്യാൻ കഴിയുകയില്ല. കാലിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടവരൊക്കെ അവർക്ക് ചെയ്യുന്നതിൽ പടച്ചറപ്പ് കൂലി കൊടുത്തേക്കാം, പക്ഷെ അതൊക്കെ ഓടിച്ചാടി നടന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ എത്തിയവർക്കറിയാം അതിന്റെ ഒരു അനുഗ്രഹം കിട്ടിയേ പറ്റൂ എന്നതാണ്. അതൊക്കെ പിൻവലിക്കപ്പെടുന്നതിന് മുൻപ് അതൊക്കെ ചെയ്ത് തീർക്കാൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. കാല് നൽകപ്പെട്ടിട്ടുണ്ടോ നമുക്ക്? നമ്മളെ കാത്തിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത്. കാലുണ്ടെങ്കിലേ നടക്കൂ, കാലുണ്ടെങ്കിലേ നടക്കും. കാൽ നൽകപ്പെട്ട ആളുകൾ അതിനൊക്കെ പ്രത്യേകം ശ്രദ്ധ കാണിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഹബ്ബുൻ നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെന്നറിയോ? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളെന്ന് പറഞ്ഞേ. ജനങ്ങളുടെ ഹലാലായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ പിന്നാലെ പോവുക, അവനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി പിന്നാലെ പോകുക, അള്ളാന്റെ റസൂല് പഠിപ്പിക്കുക. ഇമാം അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും, വലി അൻ അംശിയ മഅഖിൻ ലി ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദ് യഅനി മസ്ജിദൽ മദീനത്തി ഷഹറാ. അള്ളാന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഇവിടെ ഞാൻ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ ഹലാലായ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. 2 മണിക്കൂർ അവന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി ഇരിക്കേണ്ടി വന്നു നമുക്ക്. അവന്റെ കൂടെ ഒരു രാത്രി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ടി വന്നു നമുക്ക്. സുഹൃത്തെ, ആ മണിക്കൂറുകൾ മുഴുവനും നമുക്ക് കൂലിയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് നന്മകൾ നമുക്ക് കാലുകളെ കൊണ്ട് കിട്ടുന്നുണ്ട്. മതസദസ്സിലേക്ക് വരാൻ നമുക്ക് കഴിയുമോ? സ്വർഗത്തിലേക്കുള്ള നടത്തമാണെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ടെന്ന് നിനക്ക് അറിവ് കിട്ടിയാൽ നീ രോഗിയാകുന്ന മുൻപ് അവനെ പോയി സന്ദർശിക്കാൻ നിനക്ക് കഴിയുമോ? ആ നടത്തത്തെ കുറിച്ച് മലക്കുകൾ വിളിച്ചു പറയും, ഏറ്റവും ഉത്തമമായ സുന്ദരമായ നടത്തമാണ് ഇപ്പോൾ നീ നടത്തിയത് എന്നതാണ്. ക്ഷണം ലഭിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ നമുക്ക് നടന്നേ പറ്റൂ. ജനാസന്റെ പിന്നാലെ പോകാൻ നമുക്ക് കഴിയുമോ? ഒരു ഖീറാത്ത് പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അവനെ മറമാടുന്നത് വരേക്ക് നമുക്ക് നിൽക്കാൻ കഴിയുമോ? 2 ഖീറാത്ത് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മലയോളം വരുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാലുകളാകുന്ന അനുഗ്രഹത്തെ തിരിച്ചെടുക്കുന്നതിന് മുൻപ് അതെല്ലാം നന്മയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. ദിനം പ്രതി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന നന്മകളിൽ ആ അനുഗ്രഹത്തെ കൊണ്ട് നന്മയുടെ തുലാസിലേക്ക് കരം തൂങ്ങുന്ന അമൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ നമ്മുടെ കാലുകൾ, അത് നമ്മളിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ അതുകൊണ്ട് നന്മയെ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ അത് എന്തിനുള്ള തെളിവാണെന്നറിയാം. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്ത്? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
അവൻ അവന്റെ വലിയാക്കി മാറ്റും, ഇഷ്ടമിത്രമാക്കി കൊണ്ട് മാറ്റും. പിന്നെ അവനക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്താണെന്ന് അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇദാ അഹ്ബബ്തുഹു, അല്ലാഹ് പറയാണത്രേ, എന്ത്, ഞാൻ അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുൻതു സംഉഹു അല്ലദീ യസ്മഉ ബിഹി വബസറുഹു അല്ലദീ യബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന പിന്നെ ചെവിയും, അതേപോലെ തന്നെ അവൻ പിടിക്കുന്ന കൈയും, അവൻ നടക്കുന്നവന്റെ കാലും ഞാനാകുമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അള്ളാന്റെ കഴിവ് കിട്ടാൻ ഇറങ്ങുന്നല്ല, ഞാൻ അവനോട് പോയി ചോദിക്കാന്നല്ല, അങ്ങനെ വിചാരിച്ച ആളുകളുണ്ട്. അതല്ല കൂട്ടർ അതിന്റെ വ്യാഖ്യാനം. എന്താ അറിയോ? അള്ളാഹു ഇഷ്ടപ്പെട്ടിടത്തേക്ക് പിന്നെ മനുഷ്യൻ നടക്കൂ എന്നാണ്. അള്ളാഹു നൽകിയ കാലുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ അവൻ പ്രവർത്തിക്കൂ. ഒരു തിന്മയിലേക്കും അവൻ പോകുന്നില്ല. അപ്പൊ തിന്മയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒരു സെക്യൂരിറ്റി വലയത്തിന്റെ അപ്പുറത്താണ് ഇപ്പോൾ നമ്മുടെ നില എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ കാലുകൾ തിന്മയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ആ കാലുകൾ നാളെ നമുക്കെതിരെ സാക്ഷി പറയുമെന്നും വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിലെ 65 നമ്മളെ പഠിപ്പിക്കുക. യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളും, നടന്നെടുത്ത പാത്തും പതുങ്ങിയും മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ചും നടന്നു നീങ്ങിയ ഇടങ്ങളെ കുറിച്ച്, താൻ ചെയ്തു വെച്ച തിന്മകൾ മറ്റാരും കാണാതെ കുറച്ച് ഗോപ്യമായി 1 കിലോമീറ്ററുകൾക്കപ്പുറത്ത് മറ്റൊരു നാട്ടിൽ ആരും കാണാതിരിക്കാൻ വേണ്ടി നടന്ന് നീങ്ങിയ ഊടുവഴികളെ കുറിച്ചൊക്കെയും ഇതേ കാലുകൾ സംസാരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടരെ, തിന്മയിലേക്കുള്ള നടത്തം നമ്മുടെ കാലുകളെ കൊണ്ടാകരുത്. ഏഷണിക്ക് വേണ്ടിയാകരുത് നമ്മൾ നടന്നു പോയത്, പരദൂഷണത്തിന് വേണ്ടിയാകരുത് നമ്മൾ നടന്നു പോയത്. നാം നടന്നു പോയത് കാരണത്താൽ ഒരു കുടുംബ ബന്ധം മുറിഞ്ഞിട്ടുണ്ടെന്ന ഗതികേട് നമുക്കുണ്ടാകരുത്. ചീത്ത വിനോദങ്ങളിലേക്കാകരുത് നമ്മൾ നടന്നു പോയത്, ഹറാമുകളിലേക്കാകരുത് നമ്മൾ നടന്നു പോയത്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ കാല്, അതിന്റെ സ്വാധീനം നഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണം. നിസാരമായ കാരണങ്ങൾ മതിയാകും. നടന്ന് ജസ്റ്റ് ഒന്ന് വീണാൽ മതിയാകും. ഇനി നീ ഖിയാമത്ത് നാൾ വരെ, നിന്റെ മരണം വരെ ആ മൂലയിൽ മരുന്നു മണക്കുന്ന 4 ചുമറുകൾക്കുള്ളിൽ നീ അവിടെ ഖട എന്നെങ്ങാനും പടച്ചറബ് തീരുമാനിച്ചാൽ അള്ളാഹു കാക്കുമാറാകട്ടെ. സുഹൃത്തേ, അന്ന് നമുക്ക് പറയാൻ കഴിയണം. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രോഗം വന്നു. അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. മുറിച്ചെടുത്ത കാലുകൾ അദ്ദേഹം തന്റെ കൈകളിലേക്ക് വെച്ച് ആ കാലുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു വർത്താനം ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, അദ്ദേഹം തന്റെ കയ്യിലിട്ട് അതിങ്ങനെ തിരിച്ചു മറിച്ചു നോക്കി. പച്ചക്കാണ് സുഹൃത്തുക്കളെ അറുത്തത്. അങ്ങനെ മുറിച്ചു മാറ്റുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ ബുദ്ധി മറക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ലഹരി നൽകട്ടെ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞത്. മുറിക്കാൻ വേണ്ടി പറഞ്ഞു. മുറിച്ചെടുത്തു. ചികിത്സന്റെ ഭാഗമായി കൊണ്ട് മുറിച്ചെടുത്തു. അദ്ദേഹം തന്റെ കൈകൾ വെച്ച് ആ കാലിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി. തിരിച്ചു മറിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകം എന്താണെന്നറിയോ? അമാ വല്ലദീ മാ ഹമലനി അലൈക ഇന്നഹു ലയഅലം അന്നി മാ മശൈതു ബിക ഇലാ ഹറാം. അല്ലാഹുവാണേ സത്യം, അല്ലാഹ്ക്കറിയാം ഈ നിന്നെ ഉപയോഗിച്ച് ഞാനൊരു ഹറാമിലേക്കും പോയിട്ടില്ല എന്ന്. നിന്നെ ഉപയോഗിച്ച് ഞാനൊരു ഹറാമിലേക്കും പോയിട്ടില്ല എന്ന് ഈ കാലിനെ തന്ന റബ്ബിനറിയാം. ഇന്നത്തെ സുപ്രഭാതത്തിൽ അവനിതാ അത് തിരിച്ചെടുത്തിരിക്കുന്നു. എനിക്ക് വിഷമമില്ല. 2 തന്നു പടച്ചവൻ, 1 തിരിച്ചെടുത്തുള്ളൂ. പക്ഷെ തിരിച്ചെടുക്കുമ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അല്ലാഹനെ സാക്ഷി നിർത്തിയിട്ട് ഈ കാലുകളെ കൊണ്ട് ഞാൻ ഹറാമിലേക്ക് പോയിട്ടില്ല. പറയാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മകൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. പരിമിതികളെ മറന്ന് ഈ അവയവങ്ങളെ കൊണ്ട് നന്മയിലൂടെ ഓടി നടന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. മഹാനായ അംർ ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുടന്തനായിരുന്നു.
അദ്ദേഹത്തിന് നല്ല മുടന്തുണ്ടായിരുന്നു. നല്ല നിലക്ക് നടക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ഉഹദിലേക്കുള്ള ക്ഷണം വന്നപ്പോൾ അദ്ദേഹം ഓടി വരുന്നുണ്ട്. മക്കൾ അദ്ദേഹത്തെ തടഞ്ഞു. മക്കൾ പറഞ്ഞു, അല്ലാഹു താങ്കൾക്ക് ഉദ്ർ നൽകിയിട്ടുണ്ട്, താങ്കൾ യുദ്ധത്തിലേക്ക് വരേണ്ടതില്ല, വരണമെന്നൊരു നിർബന്ധമല്ല, നിങ്ങൾക്കിത് നിർബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വിവരമെത്തി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വരേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹം പറഞ്ഞെന്താ, വഖാല ലി ബനി, തന്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞു, മാ അലൈക്കും അല്ലാ തംനഉ, ഇന്ന തടയാങ്ങൾ നോക്കണ്ട, ഇന്ന തടയാങ്ങൾക്ക് കഴിയില്ല. ലഅല്ലല്ലാഹ അയ്യർസുഖഹു അശ്ശഹാദ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഷഹാദത്ത് നൽകിയേക്കാം. ചരിത്രം രേഖപ്പെടുത്തുന്നു, ഫഖറജ മഅഹു, പ്രവാചകന്റെ കൂടെ അദ്ദേഹവും പുറപ്പെട്ടു. മുടന്തനായ അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നേടിയെടുക്കാൻ അദ്ദേഹവും പരിമിതിയെ മറന്ന് മുന്നോട്ട് വന്നു. ഫഖുതില യൗമ ഉഹദിൻ, ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാവുകയാണ്. സുഹൃത്തുക്കളെ, പരിമിതികൾക്കപ്പുറത്ത്, പരിമിതികളെ മറന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി അതുവഴി നമുക്ക് നേടിയെടുക്കുവാനുള്ള പരമാവധി നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്ന യഥാർത്ഥ നന്ദിയുടെ അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ ഏതൊരു നവീകരണ പ്രവർത്തനത്തിനും ആത്മാർത്ഥമായി കൊണ്ട് സേവിക്കുന്ന, പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടാതെ തന്നെയും കണ്ടറിഞ്ഞ് സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വിശിഷ്യ നമ്മുടെ സഹോദരിമാർക്ക് അവിടെ ഒരൽപ്പം ചൂട് കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ അവിടേക്ക് AC സംവിധാനിച്ചൊരു സുഹൃത്ത്, പുറത്ത് പേരൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം നൽകിയ ഭീമമായ സംഖ്യ റഹ്മാനായ റബ്ബേ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇനിയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെയും ചെയ്തു വെക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗം കൊണ്ടും ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ എല്ലാവരുടെയും പ്രയാസങ്ങൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി എല്ലാവിധ പരാധീനതകളും റഹ്മാനായ റബ്ബേ നീ മാറ്റി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.